നിർദ്ധനായ മനുഷ്യൻ തന്നോട് തന്നെയും ലോകത്തോട് സമാധാനം പുലർത്തും. മഹാത്മാഗാന്ധിജി. സംഭവിച്ച സദസ്സിനെ എന്റെ സ്നേഹവർദ്ധനം. പാപത്തിന്റെ ഫലമായി പറുദീസായോട് വിട പറഞ്ഞ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ വേദനയാൽ നിലവിളിച്ചത് രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. അവന്റെ നിലവിളി കേട്ട പിതാവായ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. അതെ, പിതാവായ ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പുത്രനായ യേശു. 2000 വർഷങ്ങൾ മുമ്പ് ബത്ലഹേമിലെ കാലത്തൊഴുത്ത് മഞ്ഞു പെയ്യുന്ന മരം കൂച്ചുന്ന തണുപ്പുള്ള രാത്രി ആരാരും ആശ്രയമില്ലാതെ ലോകത്തിന്റെ രക്ഷകനായ ഉണ്ണീശു പിറന്നു. മാതാപിതാക്കൾക്ക് വിധേയനായി നസറേത്തിലെ ഒരു കൊച്ചു ഭവനത്തിൽ അവൻ ജനിച്ചു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട നസറേത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ബാലനായ യേശു തികച്ചും മാതൃകാ ജീവിതം നയിച്ച ഒരു കുട്ടിയായിരുന്നു. നസറേത്തിലെ തിരുകുടുംബത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിലും വളർന്നു വന്ന ഉണ്ണി യേശുവിന്റെ മാതൃക അനുകരിച്ച് മക്കളെ വളർത്തുവാൻ മാതാപിതാക്കൾ പരിശ്രമിക്കണം. വിശുദ്ധ കുർബാന അർപ്പണം, ജപമാല, സന്ധ്യാപ്രാർത്ഥന, സുഗന്ധ ജപങ്ങൾ എന്നീ ബാലപാഠങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അഭ്യസിക്കണം. മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് സന്ധ്യാ നമസ്കാരം ചൊല്ലുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധമാണ് ഊട്ടിയുറപ്പിക്കുന്നത്. സന്ധ്യാ നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വിശുദ്ധ ചാവറയച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്: വൈകിട്ട് കുരിശുമണി അടിക്കുമ്പോൾ മക്കൾ എല്ലാവരും വീട്ടിലുണ്ടാകണം. നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ സ്തുതി ചൊല്ലി അവർ അപ്പന്റെയും അമ്മയുടെയും കൈകൾ മുത്തുവാനും അവരെ ശീലിപ്പിക്കണം. എന്നാൽ കുരിശുമണി എന്ന് പല മാതാപിതാക്കൾക്കും അജ്ഞാതമായിരിക്കുന്നു. വിരൽത്തുമ്പിൽ വിജ്ഞാനത്തെ പന്താടുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ പ്രാർത്ഥനയുടെയും സന്ധ്യാ നമസ്കാരത്തിന്റെയും പ്രാധാന്യം കുറയുകയാണ്. TV സീരിയൽ, മൊബൈൽ ഫോൺ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ കുടുംബ സദസ്സുകളെ കൂരിത്തരിപ്പിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന പലപ്പോഴും അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ പറുദീസായ്ക്ക് തുല്യമാണ്. സ്വർഗത്തിലെ അനുഗ്രഹം എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഉണ്ടാകണമെന്ന് വിശുദ്ധ ചാവറയച്ചൻ ആഗ്രഹിച്ചു. ജപമാല കൈകളിൽ ഏന്തി മാലാഖമാരോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ സന്തോഷവും സമാധാനവും നമ്മുടെ കുടുംബങ്ങളെ പൊട്ടിവിടരും. അതിലൂടെ ദൈവവിശ്വാസവും വിശുദ്ധിയും മൂല്യബോധവുമുള്ള മക്കളെ വാർത്തെടുക്കുവാൻ കഴിയും. സർവേശ്വരൻ തങ്ങളുടെ സുരക്ഷിതത്തിനായി ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപങ്ങളാണ് കുഞ്ഞുമക്കൾ. ആ നിക്ഷേപങ്ങളെ കാത്തു സൂക്ഷിക്കാൻ മാതാപിതാക്കൾ ജാഗ്രതയുള്ളവരായിരിക്കണം. സത്യത്തെ നീതിയിൽ സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കണം. കളവ് പറയുക, നുണ പറയുക, സൂത്രങ്ങൾ കാണിക്കുക എന്നീ സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികളെ ചെറുപ്പത്തിലെ സ്നേഹപൂർവ്വം തിരുത്തണം. വിശുദ്ധരും പ്രഗത്ഭരായ വ്യക്തികൾ തങ്ങളുടെ ജീവിതം സത്യത്തിലൂടെ എങ്ങനെ പ്രകാശമുള്ളതാക്കിയെന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. ഇവയെല്ലാം വിശുദ്ധന്റെ വിശുദ്ധമായ ആഹ്വാനങ്ങളായിരുന്നു. അതെ, അമൂല്യ നിധികളായി ദൈവം നൽകിയ മക്കളെ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ക്രൈസ്തവ മൂല്യമുള്ളവരും നാളെയുടെ വാഗ്ദാനങ്ങളുമാക്കി നമുക്ക് മാറ്റാം. കാലത്തിന്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിലൂടെ ക്രിസ്തുവിന്റെ പ്രേക്ഷിതരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം എന്ന് ആഹ്വാനിച്ചതുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിശുദ്ധ ചാവറയച്ചൻ സ്വർഗത്തിൽ നിന്ന് നമ്മെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.